അതെന്ത് മര്യാദയുടെ അളിയാ? എന്റെ ബർത്ത്ഡേ അല്ലേ അളിയാ? 2 അടിച്ചിട്ട് പോന്നീ. കേലെ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. നീ കഴിക്കാത്ത ആളൊന്നുമല്ലല്ലോ. നമ്മളൊക്കെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ടീംസ് അല്ലേ അളിയാ, അതുകൊണ്ടാ ഇവൻ കഴിക്കാത്ത. അവൻ അവന്റെ വല്യമ്മാവന്റെ കൂടെ ഇരുന്നേ കഴിക്കൂ. വിട്ടേ കളിയാ, അവൻ പോട്ടെ. എന്തിനാടാ നീയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നെന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു പെഗ് കഴിക്കാനല്ലേ ആവശ്യപ്പെട്ടത്, അല്ലാതെ ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ. എന്നാ ഒന്ന് ഒഴുക്കി, നിന്റെയൊക്കെ സൂക്കേട് മാറട്ടെ. വെട്ടിക്കയറ്റി ഒടിയടാ ഒരു ലാർജ്. അളിയാ ഞങ്ങളൊരെണ്ണം ലീഡില്ല, നീ അടിച്ചോ. ഈ പകലുള്ള മദ്യപാനം അത്ര ശരിയൊന്നുമല്ല. നമുക്ക് ഈ സമയത്തൊക്കെ പറ്റൂ. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളും മറ്റും ആയാലേ പിന്നെ അങ്ങോട്ട് പ്രാരാബ്ധമാണ്, ലൈഫ് തന്നെ മാറിപ്പോവും. ഇവൻ പറഞ്ഞ ശരിയാളിയാ, അതുകൊണ്ട് എൻജോയ് ചെയ്യാനുള്ള ഒരവസരവും വിട്ടുകളയരുത്. അതെ, നീ ഒഴിച്ച് അങ്ങോട്ട് അടിയളിയാ. നീ എന്താളിയെ കള്ളു പിടിച്ചോണ്ടിരിക്കുമ്പോ ഫോണ് നോക്കിയിരിക്കുന്നേ? വല്ല തമാശ പറയാളിയാ. അളിയ, എന്റെ അമ്മ വീടായ തെക്കും ഭാഗത്ത് നടന്നൊരു ന്യൂസാ. ഇത് നോക്കിയേ. മാനസിക രോഗിയായ മരുമകള് ഉറങ്ങിക്കിടന്ന അമ്മായിയമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. നിനക്കറിയാവടാ ഈ അമ്മായിയമ്മയും മരുമോളെയും? പിന്നെ തെക്കും ഭാഗത്ത് എന്റെ അമ്മ വീടിനോട് ചേർന്നിരിക്കുന്ന വീടാ ഇവരുടെ വീട്. ഈ മരിച്ച ആന്റിയെ എനിക്കറിയാം, യശോദ എന്നാ അവരുടെ പേര്. എന്ത് ചെയ്യാനാ? എന്നാലും ഈ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ കൊല്ലുന്നത് ഭയങ്കര ഭീകരവാളിയാണ്. ഈ യശോദ ആന്റിയ പ്രശ്നക്കാരിയെന്നാ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ മരുമകള് മാനസിക രോഗിയായിരുന്നു. അതിപ്പോഴല്ലേ നമ്മളൊക്കെ അറിഞ്ഞത്.